പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ദൈവകൃപയാൽ സന്തോഷമായിരിക്കുന്നു എന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനൊരു സന്ദേശം കൂടെ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, മനുഷ്യരെല്ലാവരും ഈശ്വര വിശ്വാസികളാണ്, നല്ല മനുഷ്യരാണ്. മനുഷ്യൻ ഈശ്വരനെ അന്വേഷിച്ച് അല്ലെങ്കിൽ ദൈവങ്ങളെ അന്വേഷിച്ച് തങ്ങളുടെ സമയവും സാമ്പത്തികവും മാനുഷികവുമായിരിക്കുന്ന നഷ്ടങ്ങൾ സഹിച്ച് അവർ യാത്ര ചെയ്യുവാണ്. പക്ഷെ ഇന്നുവരെ മനുഷ്യൻ ദൈവത്തെ കണ്ടെത്തിയതായിട്ട് ഒരിടത്തും കാണുവാനും കഴിയുന്നില്ല. മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് പല സ്ഥലങ്ങള്, രാജ്യങ്ങള്, അതുപോലെ പല ആൾക്കാരും യേശുക്രിസ്തുവിനെ കാണാൻ വേണ്ടി യേശുക്രിസ്തുവിന്റെ പുണ്യസ്ഥലം എന്ന് പറഞ്ഞ ഇസ്രയേലും അതുപോലെ പലസ്തീനും അങ്ങനെ പല സ്ഥലങ്ങളും യേശുക്രിസ്തുവിന്റെ പേരിൽ വർഷാവർഷം തീർത്ഥാടനങ്ങൾ നടത്തുവാൻ കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും മനുഷ്യൻ എവിടേക്ക് യാത്ര ചെയ്യുമ്പോഴും ദൈവങ്ങളെ അന്വേഷിച്ച് യാത്ര ചെയ്യുമ്പോൾ തൃപ്തരല്ല എന്ന് കാണുവാൻ കഴിയും. തൃപ്തരല്ലാതിരിക്കുന്ന മനുഷ്യൻ അവരുടെ യാത്രയിൽ അവരുടെ സമ്പത്തൊക്കെ ചെലവഴിച്ച് തീർന്ന് നിരാശയോടെ മടങ്ങി വന്ന് വീണ്ടും വീണ്ടും ആ തൃപ്തിയില്ലായ്മ ദൈവത്തെ കണ്ടെത്തുവാൻ മറ്റ് പല സ്ഥലങ്ങളും അവർ ദൈവത്തെ അന്വേഷിച്ച് യാത്ര ചെയ്യുന്നു. എന്നാൽ ദൈവം മനുഷ്യരുടെ സമീപത്തിരിക്കുന്നു എന്നുള്ളത് അവർ തിരിച്ചറിയുന്നുമില്ല. ഞാൻ എന്റെ ഓർമ്മയിലേക്ക് വന്ന ഒരു കാര്യം ഞാൻ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അറിയാൻ കഴിയുമെന്ന്, സിദ്ധാർത്ഥ ഗൗതമൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം 480 അതായത് BCE 5-ാം നൂറ്റാണ്ടിൽ 480 നേപ്പാൾ രാജകുടുംബത്തിൽ രാജാവിന്റെയും മകനായി ജനിക്കപ്പെട്ട് രാജകീയ വളർച്ചയിലായിരുന്ന ഒരു മനുഷ്യനുണ്ട്, സിദ്ധാർത്ഥ ഗൗതമൻ. ഈ സിദ്ധാർത്ഥ ഗൗതമൻ സത്യാന്വേഷിയായി തീരുവാനിടയായി, ദൈവത്തെ അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെടുവാനിടയായി. തന്റെ രാജകീയമായിരിക്കുന്ന പദവികൾ സകലതും ഉപേക്ഷിച്ചുകൊണ്ട് തനിക്കൊരു തൃപ്തിയും തരുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തെ കണ്ടെത്തുവാൻ വേണ്ടി ഈ മനുഷ്യൻ യാത്ര പുറപ്പെടുവാൻ ആരംഭിച്ചു. 5-ാം നൂറ്റാണ്ടില് ഒടുവിൽ 4-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ, BCE 4-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ യാത്രയെല്ലാം കടന്നു പല സ്ഥലങ്ങളും ഹിമാലയത്തിലും ഒക്കെ യാത്ര ചെയ്ത് തപസ്സിരുന്നു. പല കാര്യങ്ങളും അദ്ദേഹം നേടിയെടുത്തു, പല കാര്യങ്ങളും കാണുവാൻ കഴിഞ്ഞു. പക്ഷെ ദൈവത്തെ അദ്ദേഹത്തിന് കാണുവാൻ കഴിഞ്ഞില്ല. ദൈവം തന്നിൽ തന്നെ എന്ന് കണ്ടെത്തുന്ന ഒരു അനുഭവത്തിലേക്ക് അദ്ദേഹം വന്നു. താൻ സത്യം തന്നിൽ തന്നെയാണ്, സ്നേഹം തന്നിൽ തന്നെയാണ്, ജീവൻ തന്നിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം ആ സത്യചിന്തയോടുകൂടി അങ്ങനെ അദ്ദേഹം തിരികെ വന്ന് സ്ഥാപിക്കപ്പെട്ടതാണ് ബുദ്ധമതം. അങ്ങനെയാണ് അദ്ദേഹത്തെ ശ്രീ ബുദ്ധൻ എന്നറിയപ്പെടുവാനിടയായത്. അദ്ദേഹം ശ്രീ ബുദ്ധൻ എന്നറിയപ്പെടുകയും താൻ ബുദ്ധമതം സ്ഥാപിക്കപ്പെട്ടു. മറ്റു മതങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തപരമായിരിക്കുന്ന നിലയിൽ ദൈവത്തെ കണ്ടെത്തുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷെ ഒടുവിൽ തനിക്കും അത് പൂർത്തീകരിക്കപ്പെടുവാൻ ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഞാനൊരു ഓർമ്മയിൽ പറഞ്ഞ അതിന്റെ ചരിത്രങ്ങൾ പറയുവാൻ പോയാൽ നമ്മുടെ ഈ സമയങ്ങളൊന്നും പോരാതെ വരും. പക്ഷെ ഞാൻ ചുരുക്കത്തിൽ ചില കാര്യങ്ങൾ ഓർത്ത്, മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ യാത്ര ചെയ്യുന്നു. പക്ഷെ ഇന്നുവരെ മനുഷ്യന് ദൈവത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്തിൽ മനുഷ്യൻ പാപപരമായി ജീവിക്കത്തില്ലായിരുന്നു. ഇനി മനുഷ്യൻ ദൈവത്തെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ആയിരിക്കുമായിരുന്നു. മനുഷ്യന് തൃപ്തി വരുന്നത് ഒരേ ഒരു സമയത്ത് മാത്രമാണ്, ഒരേ ഒരു സാഹചര്യത്തിൽ മാത്രമാണ്. വയറ് നിറയുമ്പോൾ മനുഷ്യൻ തൃപ്തനാണ്. പക്ഷെ പണം കൊണ്ടോ ദൈവിക മാർഗം കൊണ്ടോ മാനുഷിക മാർഗം കൊണ്ടോ മനുഷ്യൻ ഒരിക്കലും തൃപ്തനാവുന്നില്ല. അതാണ് മനുഷ്യൻ പാപത്തിൽ ജനിക്കപ്പെട്ടു, പാപത്തിൽ വളർത്തപ്പെട്ടു മനുഷ്യൻ അശുദ്ധനായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവം വിശുദ്ധനാണ്, മനുഷ്യൻ അശുദ്ധനായിരിക്കുന്നത് കൊണ്ടാണ് മനുഷ്യന് ദൈവത്തെ അന്വേഷിച്ചു പോയി കണ്ടെത്താൻ കഴിയാതിരിക്കുന്നതിന് കാരണം. സകല അനുഭവങ്ങൾ ഓർക്കുമ്പോൾ ആദിമ മനുഷ്യനായ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും എന്ന് വെച്ചാൽ പാപത്താൽ അശുദ്ധിയും ലോകത്തിലേക്ക് പ്രവേശിച്ചു. ആ അശുദ്ധപരമായിരിക്കുന്ന മനുഷ്യന് വിശുദ്ധനായിരിക്കുന്ന ദൈവത്തെ കാണാൻ കഴിയാത്തത് കൊണ്ട് ആ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ പര്യാപ്തമായിട്ടുള്ള മാർഗവുമായിട്ട് ദൈവം തനിക്ക് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടെടുപ്പാൻ ഇഹലോകത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ബൈബിൾ വേദഭാഗമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ഇന്നത്തെ ദിവസം ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തില് യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 38-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാനത്രേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. മനസ്സിലാക്കണം,
യേശുക്രിസ്തു തന്റെ ഇഷ്ടമല്ല, തന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാനത്രേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം എന്തായിരുന്നു? സകല മനുഷ്യരും തനിക്ക് നഷ്ടപ്പെട്ടു നരകത്തിന് വിധിക്കപ്പെട്ട് നരകത്തിലേക്ക് പോകും. ഏകനാൽ പാപത്താൽ മരണം വിധിക്കപ്പെട്ടിരിക്കുന്ന സകല മനുഷ്യരും ആ മരണം എന്നത് നിത്യ നരക മരണമാണ്, മരണത്തിലേക്ക് പോകും എന്നുള്ള വ്യക്തമായ അറിവ് ദൈവത്തിനുള്ളത് കൊണ്ടും താൻ നിർമ്മിച്ചവനായ ഈ ജനലക്ഷ കോടിക്കണക്കിന് മനുഷ്യർ ഒരെണ്ണം പോലും താൻ ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിൽ തന്നോടൊപ്പം കാണുകയില്ല എന്ന് കണ്ടപ്പോൾ അതിന്റെ പരിഹാര മാർഗമാണ് യേശുക്രിസ്തു എന്ന ശരീരം സ്വീകരിച്ച് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവം ശരീരം സ്വീകരിച്ച് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അനുഭവത്തെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതാണ് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് അതിനെ സംബന്ധിച്ചൊരു വേദഭാഗം വായിക്കുന്നത് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വേദഭാഗം വായിക്കുന്നത്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശില മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഒരു ദൈവമായിരുന്നു. താൻ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിചാരിക്കാതെ ഒരു മനുഷ്യ ശരീരം സ്വീകരിച്ച് ദാസനായി അനുസരണമുള്ളവനായി സകല ലോക മനുഷ്യരെയും സ്നേഹിച്ച് അവരുടെ പാപത്തിന് മറുവില കൊടുക്കാൻ മരിപ്പാനായി ഈ ലോകത്തിലേക്ക് വന്നു. കർത്താവ് ആരെയും ശിക്ഷിപ്പാൻ വന്നവനല്ല, കർത്താവ് ആരെയും ശിക്ഷിപ്പാൻ വന്നതല്ല. വിശുദ്ധ വേദപുസ്തകത്തിലെ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലെ 10-ാമത്തെ വേദഭാഗമാണ് കാണുന്നുണ്ടെന്നറിയാമോ? കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. മനുഷ്യനെ രക്ഷിക്കുവാൻ, മനുഷ്യനെ സ്നേഹിക്കുവാൻ, തനിക്ക് നഷ്ടപ്പെട്ടതിനെ തിരഞ്ഞെടുക്കുവാൻ. ഇഹലോകത്തിലെ മനുഷ്യരെല്ലാവരും ദൈവത്തിന് നഷ്ടപ്പെട്ടു പോയിരുന്നു. പാപം ചെയ്തതോടുകൂടി ദൈവത്തിന് നഷ്ടപ്പെട്ട് പിശാചിന്റെ അവകാശത്തിലേക്ക് പോയി അവർ നിത്യ നരകത്തിന് അവകാശിയായിരുന്നപ്പോൾ അവരെ നഷ്ടപ്പെട്ടു പോയെന്ന് അവിടുന്ന് വീണ്ടെടുക്കുവാൻ, വില കൊടുക്കുവാൻ മതിയായവനായി താൻ ദൈവമായിരിക്കെ അത് മുറുകെ പിടിക്കാതെ ദാസരൂപം എടുത്ത് എനിക്ക് നിങ്ങൾക്കും വേണ്ടി നൽകുവാൻ തക്കുന്ന ലോകത്തിൽ വീണ്ടും നമുക്ക് കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 3:17 കാണുന്ന, ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, പിന്നെയോ ലോകം അവൻ മുഖാന്തരം രക്ഷിക്കപ്പെടുവാനത്രേ. ഇനി നമ്മുടെ ലോകത്തില് അനേക ദൈവങ്ങളെ നാം കാണുവാൻ കഴിയും. ഈ ദൈവങ്ങളൊക്കെ സകല ലോക മനുഷ്യരെയും അല്ലെങ്കിൽ പാപികളെ നിഗ്രഹിക്കുവാൻ, ശിക്ഷിക്കുവാനാണ് വന്നത്. അങ്ങനെ നിഗ്രഹിക്കുവാണെങ്കിൽ, ശിക്ഷിക്കുവാണെങ്കിൽ ഇവിടെ നിന്നുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെട്ടവനായി സ്വർഗത്തിലേക്ക് പോകുന്നതായിട്ട് കാണുവാൻ നമുക്ക് കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. അങ്ങനെയാണ് നാം കാണുന്നത്. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെട്ട് നിത്യ നരകത്തിന് അവകാശികളാണ്. അങ്ങനെ ശിക്ഷിക്കപ്പെടുവാണെങ്കിൽ എല്ലാവരും നിത്യ നരകത്തിലേക്ക് പോകും. അത് ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് കർത്താവോട് പറഞ്ഞത്, ഞാൻ അവരെ ശിക്ഷിപ്പാൻ വന്നതല്ല, അവരെ രക്ഷിപ്പാൻ വന്നതാണ്. അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ വന്നതാണ്. എങ്ങനെയാണ്? തന്റെ പ്രാണനെ കൊടുത്താണ് അവരെ രക്ഷിക്കുന്നത്. തനിക്ക് നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കുവാൻ മറുവില കൊടുത്ത്, തന്റെ പ്രാണൻ അല്ലെങ്കിൽ ജീവൻ കൊടുത്ത്, വില കൊടുത്ത് വാങ്ങുവാനാണ് കർത്താവ് വന്നത്. വീണ്ടും നമുക്ക് ഒരു വേദഭാഗം കൂടെ കാണുവാൻ കഴിയുന്നത് 1 തീമോഥെയോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വേദഭാഗം കാണുന്നത്, ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നത് വിശ്വാസവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ. യേശുക്രിസ്തു ലോകത്തിൽ വന്നത് പാപികളെ ശിക്ഷിപ്പാനല്ല, പാപികളെ നിഗ്രഹിപ്പാനല്ല, പാപികളായ മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ, അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അവരുടെ പാപങ്ങളിൽ നിന്ന് അവരെ രക്ഷിപ്പാൻ ഇഹലോകത്തിൽ ആരുമില്ലാതിരിക്കുമ്പോൾ അവരെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് മനുഷ്യ അവതാരം എടുത്തു വന്ന ഒരേ ഒരു വ്യക്തിയാണ്, പാപമില്ലാത്ത നീതിമാനും വിശുദ്ധനുമായിരിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു. എല്ലാ മനുഷ്യരെയും, ലോകമെന്ന എല്ലാ മനുഷ്യരെയും രക്ഷിപ്പാൻ ഇടുന്നത്. ലളിതമായി പറഞ്ഞാൽ വഴിതെറ്റിപ്പോയ ആടുകളെ ആ വഴിതെറ്റിയ അവസ്ഥ രക്ഷിച്ച് യഥാസ്ഥാനത്താക്കി സ്വർഗീയ വഴികളിലാക്കി നീതിമാന്മാരും വിശുദ്ധന്മാരും ആക്കി തീർക്കാൻ വേണ്ടി ഇഹലോകത്തിലേക്ക് വന്നവനാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യർക്ക് ദൈവത്തെ ഭയമാണ്.
അവർ പാപം ചെയ്ത് ദൈവം ശിക്ഷിക്കും എന്ന് കണ്ടതുകൊണ്ടാണ് അവർ ഈ പല സ്ഥലത്തും തീർത്ഥാടനങ്ങളും പല കാര്യങ്ങളും ചെയ്ത് ദൈവത്തിന്റെ കണ്ണിൽ നിന്ന് മറയ്ക്കപ്പെടുവാൻ ആഗ്രഹിച്ചു പോകുന്നത്. വിശുദ്ധ വേദപുസ്തകം മനുഷ്യന്റെ ഭയം, അതിൽ നിന്നുള്ള ഒളിച്ചിരിക്കുവാൻ ആഗ്രഹിക്കുന്ന അവസ്ഥ ഇവിടെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ 139 സങ്കീർത്തനത്തില് 7ഉം 8ഉം വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ ആത്മാവിനെ ഒഴിച്ച് ഞാൻ എവിടെ പോകും? നിന്റെ സന്നിധി വിട്ട് ഞാൻ എങ്ങോട്ട് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ നീ അവിടെയുമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവം എല്ലാ സ്ഥലത്തും ഒരേ സമയത്ത് ഉള്ളവനാണ്. ഇന്നും 850 കോടി ജനങ്ങളുണ്ട്. അതിലപ്പുറമായിട്ട് പല പല ജീവജാലങ്ങളും പലരും ഈ ലോകത്തുണ്ട്. നമുക്കെല്ലാവർക്കും ചന്ദ്രനൊന്ന്, സൂര്യനൊന്ന്, വായു ഒന്ന്, പ്രകൃതി നന്മകളെല്ലാം ഒന്ന്, മഴ ഒന്ന്, എല്ലാം ഒന്നാണ്. ഇത് ഏതെങ്കിലും വ്യക്തികൾക്ക് വിഭാഗിച്ചു കൊടുത്താണ്? അല്ല. എല്ലാ മനുഷ്യരും ദൈവം സ്നേഹിക്കുന്നു. എവിടം വരെ? ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് വരെ, അവന്റെ കൊക്കിൽ നിന്ന് പ്രാണൻ പോകുന്നത് വരെ ദൈവം അവനെ സ്നേഹിക്കുന്നു. അവൻ ഏത് ജാതിയാണെന്നോ ഏത് മതമാണെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ വിദ്യാഭ്യാസം ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ പണക്കാരനോ ദരിദ്രനെന്നോ ഒരു വകയും ദൈവം നോക്കുന്നില്ല. ദൈവത്താൽ നിർമ്മിക്കപ്പെട്ട ദൈവത്തെ പോലിരിക്കുന്ന മനുഷ്യനായ ഞാനും നിങ്ങളും നഷ്ടപ്പെട്ട നരകത്തിലേക്ക് പോകാതിരിപ്പാൻ നമുക്ക് വേണ്ടി പ്രാണനെ നൽകുവാൻ ഈ ഭൂമിയിൽ വന്ന കർത്താവായ യേശു. ഞാൻ ആ ദൈവത്തെ ഒളിച്ച് മറഞ്ഞ് എവിടെ പോയിരിക്കാൻ കഴിയും? ഒരു നാൾ ഞാൻ വെളിപ്പെടും. അന്ന് നരകമാണോ നിത്യസ്വർഗമാണോ ഞാൻ തിരഞ്ഞെടുക്കേണ്ടി വരും. സകല മനുഷ്യരും നരകത്തിലേക്ക് പോകാതെ സ്വർഗത്തിലേക്ക് പോകുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. എന്റേതായിരിക്കുന്ന പ്രയത്നം കൊണ്ടോ ഞാൻ അധ്വാനിച്ച് ദൈവം എനിക്ക് തന്ന സമ്പത്ത് കൊണ്ട് ഞാൻ ദൈവത്തിന് തിരികെ കാണിക്കയിട്ട് തീർത്ഥാടനം ചെയ്ത് എന്തെങ്കിലും പുണ്യകർമ്മങ്ങൾ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ആരും സ്വർഗത്തിൽ പോകത്തില്ല. നമ്മുടെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്. ഞാനാണ് ദൈവത്തിന്റെ മന്ദിരം. എന്റെ കർത്താവ് എന്നിൽ വസിക്കണമെങ്കിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കണം. ഞാൻ എന്റെ പാപത്തെ ഏറ്റുപറയണം. പ്രിയപ്പെട്ടവരെ, സകല മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാര മാർഗമായി അവർക്ക് വേണ്ടി പ്രാണനെ കൊടുക്കുവാൻ, തന്റെ ജീവനെ കൊടുക്കുവാൻ സകല മനുഷ്യരുടെ മുമ്പാകെ ഏൽപ്പിക്കപ്പെട്ട് ഗോൽഗോത്ത മലയിൽ കൈകാലുകൾ കെട്ടപ്പെട്ട് 3 ആണികളാൽ തരയ്ക്കപ്പെട്ട് പരിപൂർണമായി തകർക്കപ്പെട്ട് തന്റെ അവസാനത്തുള്ള രക്തം വരെ ഊറ്റിക്കൊടുത്ത് മാനവജാതികളെ മനുഷ്യനെ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം സ്നേഹിച്ച ഒരു വ്യക്തിത്വമാണ് യേശുക്രിസ്തു. ഈ യേശുക്രിസ്തു മരിച്ചു പോയവനല്ല. ഉലകത്തിൽ അനേക ഉലക മഹാന്മാരും മരിച്ച് അവരുടെ കല്ലറകളെല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കുന്ന, എന്നെ രക്ഷിച്ച, എനിക്ക് സമാധാനം തന്ന, സന്തോഷം തന്ന, പ്രത്യാശ തന്ന, ഒരു തീർത്ഥാടനത്തിന് ആവശ്യമില്ലാതെ വണ്ണം എന്നെ രക്ഷിച്ച കർത്താവ് അടക്കപ്പെടുയർന്ന് ഇന്നും എന്നേക്കും ജീവിക്കുന്ന ദൈവമാണ്. ആ കർത്താവിന്റെ രക്തത്താൽ നിങ്ങൾക്ക് പാപമോചനമുണ്ട്. വിശ്വസിച്ചാൽ ഈ പാപമോചനം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് വിശ്വാസമാണോ? നിങ്ങൾ ആരോ ആകട്ടെ, നിങ്ങളുടെ പേരെന്തോ ആകട്ടെ, നിങ്ങൾ ഏത് മതക്കാരോ ആകട്ടെ, ഇതെന്ന് പറയുന്നത് ഇന്നില്ലെങ്കിൽ നാളെ ഞാൻ നിങ്ങളോട് മാറ്റപ്പെടും. നമ്മുടെ പൂർവികർ ഓരോരുത്തരും ദൈവങ്ങളെ അന്വേഷിച്ച് പോയവരെല്ലാം കാലാന്തരങ്ങളിൽ ഇവിടുന്ന് മാറ്റപ്പെട്ടു. അവരെങ്ങോട്ട് പോയി? നരകത്തിൽ പോയോ സ്വർഗത്തിൽ പോയോ? അത് തിരഞ്ഞെടുക്കാൻ ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എങ്ങോട്ട് യാത്ര ചെയ്യുന്നത്? ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ മനസ്സിലാക്കണം. കർത്താവെ, ഞാനൊരു പാപിയാണ്. അങ്ങയുടെ പാപത്തിന്റെ പകരക്കാരനെ ഭൂമി വന്നു എനിക്കൊണ്ട് മരിച്ചു അടക്കപ്പെട്ട് ജീവിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ രക്തത്താൽ എന്റെ പാപത്തെ കരുകി ശുദ്ധീകരിച്ച് എന്നെ അവിടുത്തെ മകനാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ദൈവം നിങ്ങളെ രക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, ഈ കേട്ട വചനങ്ങൾ നിമിത്തം വരും ദിവസം നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി, ദൈവമക്കളായി, സന്തോഷമുള്ളവരായി, മതം മാറണ്ട, യാതൊന്നും മാറണ്ട, മനപരിവർത്തനമാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ ഏതെങ്കിലും മതത്തെ കുറിച്ചിട്ടോ രാഷ്ട്രീയത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. ഒരു മാനവജാതി മനുഷ്യൻ സമാധാന, സന്തോഷ, പ്രത്യാശയിലേക്ക് ഏക സത്യ ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നവനായിരിക്കാൻ ഇടയാക്കേണ്ടതിന് വേണ്ടി നിങ്ങളോട് അറിയിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും വരുന്ന ദൈവത്തിന്റെ നാമത്തിൽ നന്ദി അപേക്ഷിക്കും. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.